ഹായ്, എൻ്റെ കുറച്ച് തള്ളുകൾ. ആത്മഹത്യ ചെയ്തതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന മുൻവിധി പാടില്ല. അങ്ങനെയാണെങ്കിൽ ഹീനമായ കുറ്റങ്ങൾ ചെയ്തിട്ടും ആത്മഹത്യ ചെയ്യാതെ യാതൊരു കൂസലുമില്ലാതെ ജീവിക്കുന്നവരെ വിശുദ്ധരെന്ന് വിളിക്കണം. എന്താ, ശരിയല്ലേ? നേതൃപദവിയിൽ സ്ത്രീകൾ വരാൻ പാടില്ല. ജോലിക്ക് പോകുന്ന സ്ത്രീകൾ വേശ്യകളാണ്. ബംഗ്ലാദേശ് ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയെ അൽ അമീർ ഷഹീഖ് റഹ്മാൻ്റെ വാക്കാണ്. സമ്മതിക്കണമല്ലേ? മുനമ്പം വഹാബ് ഭൂമിയാണ്. സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കും. വേഗം ചെന്നാൽ മതി. ഇപ്പോൾ മുക്കാലുള്ളത് അരയാക്കി തരും മുനമ്പം ജനത. എന്താ ചെയ്യും? ഇവരെയൊക്കെയാണ് VD സതീശൻ വെള്ളപൂശിയെടുക്കാൻ ശ്രമിക്കുന്നത്. സമ്മതിക്കണം. കാട്ടിലെ കൊള്ളക്കാരെക്കാൾ നെറികെട്ടവർ നാട്ടിലെ കൊള്ളക്കാരാണ്. കാരണം അവർ പിസ്തർ ചമഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കില്ല. അത് ശരിയാണ്. ഈ നാടിനെ സർവനാശത്തിൻ്റെ വക്കിലെത്തിച്ച വിജയനെ നടേശനും സുകുമാരനും മടിയിലിരുത്തി താലോലിക്കുന്നത് ഒളിക്കാനും മറക്കാനും ഇവർക്കെന്തെങ്കിലും ഉള്ളതുകൊണ്ടാണോ? അറിയാൻ പാടില്ല. ചിലപ്പോൾ ഉണ്ടാകും. നായർ ഈഴവ ഐക്യമെന്നത് കേൾക്കുമ്പോൾ പൊട്ടുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിനാണ്. ഹിന്ദു ഒന്നാകരുത്, ജാതി തിരിഞ്ഞ് തകരണം. എന്താ അല്ലേ? ബംഗാളികൾക്ക് എന്നോട് ആരാധന. ഞാൻ എന്ത് ചെയ്യാനാണ്? നമ്മുടെ ഗോവിന്ദൻ്റെ വാക്കാണ്. ഇപ്പോഴാണ് ഗോവിന്ദൻ മെഴുകി നാറിയത്. സമ്മതിക്കണം. ഇങ്ങനെയൊക്കെ ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, KSRTCയിലെ സൗകര്യങ്ങൾ കണ്ട് അവർ കാർ വിറ്റെന്ന ഗണേശൻ്റെ തള്ളാണ്. പ്രസവം നിർത്തിയ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ നിർബന്ധിക്കുന്നു സർക്കാർ ആശുപത്രിയുടെ സൗകര്യങ്ങൾ കണ്ടിട്ട് വീണ്ടും പറയാൻ എന്ന് ആരോഗ്യമന്ത്രി KSRTCയിൽ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞില്ലല്ലോ. ഭാഗ്യം. തദ്ദേശ പോരെ, സർക്കാർ തന്നതെല്ലാം വാങ്ങി ശാപ്പാടടിച്ചിട്ട് ഞങ്ങൾക്കിട്ട് വച്ചു കാണിച്ചത് നന്ദികേട്. പേട്ടർമാരെ ആക്ഷേപിച്ച് MM മണി. അയാൾക്കിത് മാത്രമല്ലേ പണിയോടൂ. എല്ലാവർക്കും ശേഖർജി ജീവിതം നന്മ നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I love you. വീണ്ടും കുറച്ച് തള്ളമായിട്ട് വീണ്ടും വരാം. ബൈ.